ഈ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഓഫീസർ എല്ലാ നിയമങ്ങളും ലംഘിച്ചും മനുഷ്യത്വരഹിതമായിട്ടാണ് ഒരു വോട്ടറോട് ഈ ഒരു പെൺകുട്ടിയോട് അവരിപ്പോൾ ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത്. ഈ കുട്ടി 1.5 മണിക്ക് അവരുടെ എല്ലാ ഐഡൻറ്റിറ്റി പ്രൂഫ് എല്ലാ പരാതിയും ഇവരെ സംബന്ധിച്ചില്ല. ഇവരുടെ പേരിൽ വേറെ ആരും വോട്ട് ചെയ്തിട്ടില്ല. ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുക എന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തം. അതിൻ്റെ ഉള്ളൂ വോട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ രേഖപ്പെടുത്തുന്ന വിരലുണ്ടല്ലോ, ആ മിക്സിയിൽ ഉള്ളതുകൊണ്ട് അതിനകത്ത് അത് രേഖപ്പെടുത്താൻ കഴിയില്ല. പിന്നെ പകരം എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ അടുത്ത വിരലിൽ അല്ലെങ്കിൽ വലത്തെ ചൂണ്ടുവിരലിൽ ഇത് രേഖപ്പെടുത്താൻ അവകാശം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് എനിക്ക് വിരൽ തുറന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ 15ഓളം സ്റ്റിച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്റ്റിച്ചൊക്കെ അഴിച്ചു കാണിക്കാൻ പറയുന്നത് എന്തുമാത്രം ജനാധിപത്യ മര്യാദയാണ്. വ്യക്തിവിരുദ്ധം മാത്രമല്ല, അത് മനുഷ്യാവകാശ ലംഘനമാണ്. അവരുടെ ഒരു 2 വയസ്സായ കുട്ടിയെ 1.5 മണി മുതൽ ഇരുത്തിയിരിക്കുന്ന ബാലാവകാശ ലംഘനമാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരായി സസ്പെൻഷൻ നടപടി എടുത്തുകൊണ്ട് അവരെ മാറ്റി പുതിയ ആളെ വെച്ചിട്ടാണെങ്കിൽ വോട്ട് ചെയ്യിപ്പിക്കണം. ഇവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ അവരെ വോട്ട് ചെയ്യിപ്പിച്ചിട്ടോട്ട് പോകുള്ളൂ. രത്തൻ യു കേൽക്കർക്ക് ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് ഞാൻ വോയിസ് മെസ്സേജ് കൊടുത്തിരുന്നു. ഇനി അദ്ദേഹം തീരുമാനിക്കട്ടെ. ഇത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കാണുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വരണം, വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള യാതൊരു വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത ഇതുപോലെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ മനുഷ്യത്വരഹിതമായി അവരിങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇവരെ വോട്ട് ചെയ്യിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം.